അടുത്ത ക്ലാസ് ഇങ്ങനെ അടുത്ത അല്ല അടുത്ത ക്ലാസ് നോട്ടെടുത്താലോ artificial hybridization papayil പൊട്ടറ്റോയിൽ നടത്തി. Which one of them would require the step of emasculation and why? அந்த கிளாஸ் முடிஞ்சிருச்சு போல. Baggy one. Justify. சரி வா. வா வா. Monoecious plants ന്റെ കേസിൽ അവർക്ക് ബൈസെക്ച്വൽ ഫ്ലവർ ആണ്. അവിടെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ നടത്താറ്. മോണീഷ്യസ് പ്ലാന്റ്സിൽ മോണീഷ്യസ് പഴയ ക്ലാസ്സിൽ മുടിക്കലുമാണ് ബാഗിങ് നടത്തുന്നത് എപ്പോഴാണ്? It's important for both plants to prevent unwanted pollen from contaminating the stigma. ബാഗിങ് നടത്തുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള pollen ഒന്നും സ്റ്റിഗ്മയിൽ വന്നിരിക്കരുത് എന്ന് കരുതിയിട്ടാണ് ബാഗിങ് നടത്തുന്നത്. മൊണീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൈസെക്ച്വൽ ഫ്ലവേഴ്സ് ക്യാരി ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിലും നമ്മൾ നടത്താം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻസറിൽ you are conducting artificial hybridization on papaya and potato. Which one of them would require the step of emasculation and why? പൊട്ടറ്റോയിലാണ് ഇമാസ്കുലേഷൻ. പൊട്ടറ്റോയിലാണ് emasculation. We need to carry out emasculation on potato plant because monoecious plants having bisexual flower having bisexual flower should be protected from the emasculation. എന്താണ് അത് നോക്കണം. പൊട്ടറ്റോ പ്ലാന്റിൽ എന്താ നടക്കാം? ബൈസെക്ച്വൽ ഫ്ലവർ. ബൈസെക്ച്വൽ ആണെന്നല്ല അർത്ഥം. ഒരു ഫ്ലവറിൽ രണ്ടുണ്ട്. ക്യാരിയും ബൈസെക്ച്വൽ ഫ്ലവേഴ്സ്. രണ്ട് പ്ലാന്റും മൊത്തത്തിൽ തന്നെ വരുന്നതിന്റെ മൊണീഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്ന ആണ് ബഡ്ഡിങ് അല്ലേ? അതാണ് ബൈസെക്ച്വൽ. രണ്ട് സെക്സും ഒരു പ്ലാന്റിലുണ്ട്. രണ്ട് പ്ലാന്റ് അതായത് ഒരു ഫ്ലവർ ആണെങ്കിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കി. അപ്പൊ ഇവര് തമ്മിലുള്ള പോളിനേഷനിലുണ്ട്. മനസ്സിലായോ? മൊണീഷ്യസ് പ്ലാന്റ്. അപ്പൊ പൊട്ടറ്റോയുടെ കേസില് ഇമാസ്കുലേഷൻ ആണോ നടക്കുക ബാഗിങ് ആണോ നടക്കാന്ന് ചോദിച്ചാൽ നീ എന്ത് എഴുതും? എന്തെഴുതും? കാരണം ഇനി pollen bank pollen banks are playing a very important role in promoting plant breeding program the world over. How are pollen preserved in the pollen bank? Explain how are such banks benefiting our farm. Right here. pollen bank ഇത് നീ പഠിച്ചതാണല്ലോ. സ്പേസ് ഉണ്ടാവില്ല. pollen bank ഇത് നോട്ട് നോക്കി. pollen bank pollen grain can be stored at -196 degrees centigrade with liquid nitrogen. Later used in plant breeding experiments. Haploid ആണ്. It is the genome. Genome haploid ആണ്. pollen bank വെക്കുന്ന pollensന്റെ ഒക്കെ haploid അല്ല haploid genome ആണ് -196 ഡിഗ്രിയിലെ
ലിക്വിഡ് നൈട്രജനിൽ വെക്കാനാണ് പ്ലാന്റ് ബ്രീഡിംഗ് എക്സ്പെരിമെന്റ്സിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ pollen banks are playing an important role in promoting plant breeding program wide over. How are pollen preserved in pollen banks? Explain. How are such banks benefiting our farmer? Write any two ways. കേട്ടോ ഈ ഉത്തരം കേട്ടോ. In pollen banks, pollens are preserved by cryopreservation. ആ പേര് പഠിച്ചിട്ടുണ്ടോ? Cryopreservation in liquid nitrogen at -196 degrees Celsius. അറിയാലോ എങ്ങനെയാണ് ക്രയോപ്രിസർവേഷൻ നടത്തുന്നത്? എന്തൊക്കെയാണ് പൊള്ളൻ ബാങ്കിന്റെ അഡ്വാൻറ്റേജ്? ഡിഫറെന്റ് ജനറ്റിക് സ്ട്രെയിൻസിലുള്ള പൊള്ളൻസ് കിട്ടും. അവൈലബിലിറ്റി ഓഫ് പൊള്ളൻസ് ഓഫ് ഡിഫറെന്റ് ജനറ്റിക് ട്രേറ്റ്, പല ജനറ്റിക് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന പൊള്ളൻ കിട്ടും. ക്രയോപ്രിസർവേഷൻ ഇൻക്രീസസ് ദ വയബിലിറ്റി ഓഫ് ദ പൊള്ളൻ. -196 ലിക്വിഡ് നൈട്രജനിൽ കീപ്പ് ചെയ്യുമ്പോൾ അതിന്റെ വയബിലിറ്റി, ഫെർട്ടിലൈസ് ചെയ്യാനുള്ള വയബിലിറ്റി കൂടും. ആരുടെ വയബിലിറ്റി? പൊള്ളൻ ബാങ്കിൽ പൊള്ളന്റെ cryopreservation increases the viability of pollen. Preservation of pollen for longer duration. ഈ മൂന്ന് ബെനിഫിറ്റ് ആണ് നമുക്ക് അറിയുന്നത്. പറഞ്ഞോ. പല ക്യാരക്ടേഴ്സ് ഉള്ളത്, ജനറ്റിക് ട്രേറ്റ്സ്, ജനറ്റിക് ക്യാരക്ടേഴ്സ്. അത് പൊള്ളൻ നമ്മൾ പല രീതിയിലുള്ള പൊള്ളനല്ല എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് ആവശ്യം കൂടുതൽ ഫ്ലവർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ പൊള്ളൻ എടുത്തിട്ട് ഫെർട്ടിലൈസ് ചെയ്യും. ജനറ്റിക് ട്രേറ്റ് വ്യത്യാസമുള്ള പൊള്ളൻസ് നമുക്ക് എടുത്ത് advantages of pollen bank. Availability of pollen of different genetic strains. Availability of pollen of different genetic strains and cryopreservation. Cryopreservation increases the fertilizing of particles. Viability of pollen. പിന്നെ ഒരു ഇതുകൂടെ പറയുന്നുണ്ടല്ലോ, the pollen can be stored for a long period, longer duration. Keep your these are the advantages of pollen bag. ഒന്നും പറഞ്ഞേ. The greater range of pollen strains can be taken. Greater range of pollen genetic strains, different genetic strains can be available. Different genetic strains of pollen are available. Cryopreservation increases the viability of pollen. This also increases the this also increases the preservation of pollen for a draw a labeled item to show the interrelationship of four accessory ducts in human male reproductive system. Accessory duct. Retestis. Epididymis. Vasa difference. അത് കറക്റ്റ് ആണ്. ഇനി പടം വരയ്ക്കാൻ അറിയോ? ആദ്യം മോഡലിൽ കുഴൽ പറയുന്നത് ഉണ്ണികളെ ഒരു കഥ പറയാമീ പുല്ലാങ്കുഴലിൻ കഥ പറയാം ഉണ്ണികളെ. ഇതാണ് മനസ്സിലോ അറിയോ? അവരിലാണ് കുറിച്ചുണ്ടായി ഗർഭപാത്രം, യൂട്രസ്, അണ്ടാശയം. സ്ക്രോട്ടത്തിനുള്ള ടെസ്റ്റിസ്, സെമിപ്രസ്റ്റിറ്റ്യൂഡ്, ടെസ്റ്റിസും എപ്പിഡെമിസും ബന്ധപ്പെട്ടാണ് വാസ ഫെറൻഷ്യ. വാസ ഫെറൻഷ്യ പിന്നെ എപ്പിഡെമിസ്. എപ്പിഡെമിസ് കഴിഞ്ഞ് പോയിട്ട് വാസ ഫെറൻഷ്യ. ഓക്കേ അല്ലേ? പിന്നെ ടൊമാറ്റോ ജെനസിസ് Rose sectional human ovary showing different stages of developing follicle, corpus luteum and ovulation. Developing follicles in the different stages, corpus luteum and ovulation കാണിക്കുന്ന ഒരു human ovary. ഉണ്ടല്ലോ ഒരു ഉണ്ടല്ലോ.
പ്രൈമറി ഫോളിക്കിള് സെക്കൻഡറി ഫോളിക്കിള് എന്ന് പറഞ്ഞിട്ട് അത് വരയ്ക്കാൻ വന്നിട്ടാ ജോക്സ് ആയിട്ട് അത് വരയ്ക്കാൻ വന്നു നമ്മൾ പഠിച്ചത് അതായത് ബ്ലഡ് വെസൽ പ്രൈമറി ഫോളിക്കിൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി സെക്കൻഡറി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ടെർഷ്യറി ഫോളിക്കിൾ ഷോയിങ് ആൻഡ്രം കഴിഞ്ഞത് ഗ്രാഫിയൻ ഫോളിക്കിളായി ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായി ഓവമായി ഇത് ഓവം ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ അതെന്തായി അല്ല അതില് സെക്കൻഡറി യൂസ് ആയിട്ട് റിലീസ് ചെയ്തു ബാക്കി ഫോമിൽ കോർപ്പസ് ആൽബിക്കൻസ് നീ വരച്ചോ അത് ഇത് വരച്ചിട്ട് പ്രൈമറി ഉണ്ട വരിക ബ്ലഡ് വെസൽ വരിക പ്രൈമറി സെക്കൻഡറി ഗ്രാഫിയൻ ഫോളിക്കിൾ വരിക വരിക കോർപ്പസ് ലൂട്ട് വരിക ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടിയില്ലേ? Compare any three ways of chromosomal theory of inheritance as proposed by Sutton and Lowell. If that experimental result was experimental, അത് വരയ്ക്കാതിട്ട് വരയ്ക്കൊന്നുമില്ല. Secondary follicle, antrum, tertiary follicle, അതിന് follicle, graphene follicle പൊട്ടിയിട്ട് ഓവം ഉണ്ടാവും. അത് കഴിഞ്ഞത് ഇതാകുമ്പോൾ compare many ways of chromosomal theory of inheritance which is proposed by Sutton and Lowell. With that experimental results are plans presented by Mendel. നമ്മൾ പെട്ടികളിൽ Sutton and Lowell കഴിഞ്ഞിരുന്നല്ലോ എന്ത് ക്വസ്റ്റ്യൻ ഇഷ്ടമാണ് ഇത് നോക്കി അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല പുതിയത് നോക്കാൻ ഇവിടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഏതാ ഗോരി പറഞ്ഞത് Good evening. Logarithmic differentiation. നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ ക്രോമസോമിൽ ഇരിക്കുന്ന ജീൻ എന്ന് പറഞ്ഞ പെയേഴ്സ് ആയിട്ട് Logarithmic differentiation. സമയത്ത് ഇവരെ സെഗ്രിഗേറ്റ് ചെയ്യും അതായത് ഒരു പെയർ മാത്രമാണ് This was already there in the first year also, right? Logarithmic differentiation. Another meaning, if the function is of the form f of x raised to g of x or y equal to f of x raised to g of x, we'll apply logarithm on both the sides. So if you apply log, what you'll be getting? Log y equal to g of x into log f of x, right? And log x raised to m is m times log x. So it will become g of x into log. We'll be applying natural log. ln y equal to g of x into ln of f of x. Now we will differentiate with respect to x. ഈ equation എന്ത് ചെയ്യാ? Differentiate with respect to x. Clear ആണോ? ഞാൻ പറയുന്ന പേരാണ് എന്ത്? Logarithmic differentiation. So ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവരെ log y we are differentiating with respect to x, right? So it will be 1 by y into dy by dx equal to RHS. We will be getting one expression and we will be multiplying this y to the
RHS. Right. So we'll get the value of dy by dx. So there was a standard result using this method. And there another. This is the method. D by dx of x raised to x. Does anyone remember that? D by dx of x raised to x. The value of x raised to x into x raised to x into 1 plus log x. 1 plus log x to the base. Or 1 plus ln x. That's a standard result. It's also you have to by heart actually. Because there is 3 type of exponents, right? One is d by dx of a raised to x. What is the value? A raised to x into log a. Here the base is a constant and power is a variable. So if you are having d by dx of x raised to n, what is the value? Nx raised to n minus 1. So here x raised to n means the base is a variable and power is a constant. Now x raised to x means base and power are variable. There the value is x raised to x into 1 plus log x. So that value you have to by heart. These are the important results. So we'll check how we are getting the value of d by dx of x raised to x. So we'll write y equal to x raised to x. So we have to find the value of dy by dx. Y equal to x raised to x. We will write. We have to find the value of dy by dx. What will be applying? We apply log on both the sides. So what we can write? Log y equal to x into log x. Apply log on both the sides. അതിലെനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് പ്രോപ്പർട്ടി? Log of x raised to m is equal to m times log x. And we are applying that. Now differentiate with respect to x. Differentiate with respect to x. 1 by y into log of something. 1 by something into d by dx of something. It is dy by dx. Equal to in the RHS we are having 2 functions, right? Product of 2 functions. So we have to apply the product rule. So it will be x into 1 by x. X into 1 by x is the x into d by dx of log x. Next term will be log x into d by dx of x, which is 1. dy by dx we can write y into x into 1 by x 1 plus log x. So what will be the value of dy by dx? Y is actually x raised to x only, right? Y the value substitute. So it will be x raised to x into 1 plus log x. dy by dx equal to x raised to x into 1 plus log x. Clear or not? Clear la? Clear അല്ല? Online students clear അല്ല? X raised to x എന്ത് ചെയ്യാ? By heart ചെയ്യടാ. This is the method to find, but it is better to by heart the value. D by dx of x raised to x is x raised to x into 1 plus log x. Clear or not? Okay. Do some more problems. Take the exercise. Next exercise, page number 30. Page number 30. Target ഉണ്ട് എല്ലാ ബെഞ്ചിലും. എന്താ അവിടെ തളം വരയ്ക്കുന്നത്? ടാർഗറ്റ് ഉണ്ട് ഇതിന്റെ. Page number 30. Question number 35. Question number 35. Differentiate sin x raised to x with respect to x. We have to find the dy by dx of sin x raised to x. Sin x raised to x. So here also. So when we are applying this, when there is a variable in the denominator as well as in variable in the base as well as in the power. ബേസിലും പവറിലും വേരിയബിൾ ഉള്ളപ്പോഴാണ് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നത്? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ സാധാരണയായിട്ട് അപ്ലൈ ചെയ്യുന്നത്. So here we have to find the dy by dx of sin x raised to x. So what will be the first step? We'll apply log. എന്താണ് വരിക? Log y is equal to x into log of
sin x. Clear ആണോ? Next step എന്താണ്? Differentiate with respect to x. Differentiate with respect to x. What will be getting? 1 by y into dy by dx equal to first term എന്താണ് വരിക? x into what is the derivative of log sin x? 1 by sin x into cos x. Very good. Next into log sin x. Clear? എന്താണ്? 1 by y into dy by dx equal to x into cot x അല്ലേ? x into cot x plus log sin x. എന്നിട്ട് dy by dx വരാ? dy by dx equal to sin x raised to x. അല്ലേ? y എന്താണ്? sin x raised to x അല്ലേ? into x cot x plus log sin x. ഈസി അല്ലേ ഇത്? ലോഗരിഥമിക് ഡിഫറൻഷിയേഷൻ മനസ്സിലായില്ല? ഫസ്റ്റ് അപ്ലൈ ലോഗ്, then apply differentiation. Now, in the final step, substitute the value of y. That is the method for logarithmic differentiation. Next question നോക്കാം 36. ആ ലോഗരിഥമിൽ കുഴപ്പമില്ല, നാച്ചുറൽ ലോഗ് ഇട്ടാ. ലോഗ് ടു ദ ബേസ് e ആണ്. Then simply write log also, no problem. Next 36. If y equal to cos x raised to sin x. Cos x raised to sin x. So here also in the base and power there is variable. So we can apply a logarithmic differentiation. ചെയ്തേ നോക്കട്ടെ. ആയിരത്തിലേവ് നീ പെന്നും പേപ്പറും എടുത്തിട്ട് വായ ഇരുപത് ചെയ്യും. ചെയ്യണത് പെട്ടെന്ന് ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യും. log y equal to sin x into log cos x. So 1 by y into dy by dx. We are differentiating here. Differentiating, we will be getting 1 by y into dy by dx equal to first term എന്താണ് എന്താ വരിക? sin x into 1 by cos x into minus sin x. Very good. Next term log cos x into cos sin x ന്റെ ഡെറിവേറ്റീവ് minus cos x അല്ലേ? log cos x into cos x. എങ്ങനെ എഴുതാം? minus sin x into tan x എന്ന് എഴുതി കൂടാ? minus sin x into tan x plus cos x into log cos x. So dy by dx will be equal to y ഉണ്ടാവില്ലേ? y എന്താടാ? y is cos x raised to sin x. This will be the answer. ശരി, മനസ്സിലായില്ലടാ? ആനന്ദിന് ക്ലിയർ അല്ല? ഓക്കെ അല്ലടാ? ശരി, ജീവൻ എഴുതിയാ? എടാ ക്ലിയർ അല്ലേ ഓൺലൈൻ സ്റ്റുഡൻസ്? ജസ്റ്റിന് ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37 നോക്കാം. 37. If x raised to y is equal to e raised to x minus y, then prove that dy by dx equal to log x by 1 plus log x whole square. So here log is natural log only, ln only it is. You have to prove that. So here also will be applying logarithm on both the sides. Apply log on both sides.
what will be getting? Y into log x equal to what will be the RHS? X minus y into log a, which is 1 only. So it will be x minus y only. The RHS will be x minus y only. So we can write it as y into 1 plus log x equal to x. Very good. We are taking all the terms having y to the same side. So what will be y? The factors X by 1 plus log x. In the just differentiate using quotient rule. Quotient rule is differentiate. You will get the answer. Independently during the gamete. No skipping. ഇത് മനസ്സിലായോ? y equal to x by 1 plus log x. Now the differentiate with respect to x. dy by dx equal to quotient rule. Quotient rule you have to apply. What will be getting? Denominator into d by dx of numerator 1, right? Minus numerator into d by dx of denominator 1 by x, right? 1 plus log x derivative എത്ര വരാ? d by dx of 1 plus log x 1 by x only, right? Divided by 1 plus log x whole square. So numerator will be having 1 plus log x minus 1 by 1 plus log x whole square. Which will give you the answer only, right? The final result log x by 1 plus log x whole square. Clear or not? Factors. One pair of plate is Next. to the gamete. The factors segregate within the gamete. Next. അതിലുള്ള example 31 നോക്കുക. Example 31. Example 31. Page number 26. Page number 26. One pair of plate is transferred to the 31. നോക്കുക. Differentiate the function with respect to x where f of x is equal to x into square root of x square plus 4 divided by 3x plus 4 raised to 2 by 3 where x is greater than 0. So in this case also we can apply logarithmic differentiation. So first we are going to apply log on both the sides. So this can be written as y, right? So if you apply log, what will you be getting? In the LHS you will be getting log y, right? In the RHS you will be getting, suppose first term I am taking a, second term I am taking b, third term I am taking c. Suppose then it will be of the form log of ab by c. This can be written as log a plus log b minus log c. It applies here. So what will be getting in the RHS? Log y equal to first term will be log x, right? Next term is actually log of x square plus 4 raised to 1 by 2. Square root is 1 by 2, right? Power 1 by 2. Plus what is the next term? Log of 3x plus 4. Sorry, minus ഉണ്ടല്ലേ? Minus log of 3x plus 4 raised to 2 by 3. Clear or not? Now, this will be log x plus 1 by 2 can be taken outside, right? So there are 1 by 2 into x square plus 4. Next term will be minus 2 by 3 into, sorry, log ഇല്ലേ now? Log x square plus 4 minus 2 by 3 into log 3x plus 4. Log y will be getting. Differentiate with respect to x. Differentiate with respect to x. Differentiate with respect to x. ഇന്ന് ഞാനുണ്ടല്ലോ
differentiate with respect to x. Pairing of separation. എന്താണ് വരിക? 1 by y into dy by dx. Or you can write y dash only. First term will be 1 by x, right? What will be second term? 1 by 2 into log of something. 1 by something. Into 2x will be there. d by dx of x square plus 4 will be 2x. Chain rule clear അല്ലേ എല്ലാവർക്കും? Sorry, next term minus 2 by 3 into 1 by 3x plus 4 into അല്ലടാ. Now simplify that. കഴിഞ്ഞു, ഡിഫറൻസിയേഷൻ കഴിഞ്ഞു ടാ. ഇനി അവിടുന്ന് y നെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ y to the RHS ക്രോസ് മൾട്ടിപ്ലൈ y. മെത്തേഡ് ക്ലിയർ അല്ലേ? Method is clear, right? So this kind of questions also we can use the logarithmic differentiation. Next. Example 32. അല്ലടാ, സെക്കൻഡ് ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. 1 by 2 കോൺസ്റ്റന്റ്. Log of something. So 1 by something into d by dx of something. d by dx എത്ര വരെ? x square plus 4 into 2x അല്ലേ വരാം? ഓക്കെ, ചെയിൻ റൂൾ. ചെയിൻ റൂൾ. എക്സാമ്പിൾ 32 ഹോംവർക്ക് ആയിട്ട് ചെയ്തു കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ ആണ്, കുറച്ചധികം ലോഗ് ടേം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. എക്സാമ്പിൾ 32. ഓക്കെ, നെക്സ്റ്റ് ചെയ്യണോ? ഞാൻ ചെയ്തിട്ട് നീ അത് ചെയ്യില്ല കേട്ടാ. വീട്ടിൽ പോയി ചെയ്തൊക്കെ. അതിൽ കുറച്ച് ലോഗ് ഉണ്ടതേ ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. അവിടെ ആ പ്രൊഡക്റ്റ് റൂൾ ആൻഡ് പ്രൊഡക്റ്റ് റൂൾ കൂടെ അപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. ലോഗിന്റെ പ്രൊഡക്റ്റ് റൂൾ. വാട്ട് ഇസ് പ്രൊഡക്റ്റ് റൂൾ ഇൻ ലോഗ്? ലോഗ് എ ബി ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. നിങ്ങൾ ചെയ്യില്ലേത്? ആയിരത്തിലേവേ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. derivatives of functions in parametric. Parametric in the factors. Parametric. Parametric form means two functions are given. Both are given in the terms of two functions. Suppose x is given in terms of t. Suppose x is a function in t. Okay. And y is another function in terms of t. G of t I am taking. We have to find the value of dy by dx. Clear? This is called the parametric functions. എന്താണ്? X is a function in terms of t. Y is another function in terms of t. We have to find the value of dy by dx. എങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ടാവുക? Here dy by dx will be equal to dy by dt divided by dx by dt. This is chain rule only. Chain rule ന്റെ ഒരു application പോലെയാണ് വരുന്നത് ട്ടോ. Suppose y is a function, sorry, x is a function in t and y is another function in t. We have to find dy by dx. Then we will be doing dy by dt by dx by dt. Clear? Or we can write എന്താണ് dy by dt തന്നിരിക്കും g dash of t, right? G dash of t divided by f dash of t. This is called a parametric difference. Derivatives of functions in parametric form. Clear or not? X is a function in t, y is a function in t. We are finding the dy by dx value. We'll do examples. മനസ്സിലായില്ലേ? Just write it down. ഇത്രേ ഉള്ളൂ ട്ടോ. ഏറിയ ആയിട്ട് ഇത്രേ ഉള്ളൂ. എഴുതുക. x equal to t square. Y equal to 2t. Suppose x equal to t square and y equal to 2t. We have to find dy by dx. Okay. എങ്ങനെ എഴുതടാ? dy by dt എത്ര വരാ? dy by dt is 2. Right. What is dx by dt? dx by dt എത്രടാ? dx by dt 2t അല്ലേ വരാ? So what is dy by dx?
dy by dt by dx by dt. It will be equal to 1 by t. Clear അല്ലേ? 1 by t is the value. So we can write it in terms of x or y. എങ്ങനെ എഴുതാമെങ്കിൽ root x ആ. എങ്ങനെ എഴുതാടാ? You can write 1 by root x, right? Or 2 by y. Or in terms of x and y you can write, right? എന്താ ചെയ്യാ? What is y by x? Y by x എന്താ വരിക? 2t by t square, right? Is 2 by t. So maybe we can write it as y by 2x also. So you can convert it into the terms of x and y only. Clear ആണോ പറഞ്ഞത്? This is called differentiation, parametric differentiation. Okay ആണോ? ഒന്നില്ല 1 by t ഇല്ലേ? 1 by t നെ we can change it to the form of y and x. Clear ആണോ? അങ്ങനെ എഴുതാ അതിനെ 1 by t നെ ഇങ്ങനെ ഇവിടെ y 2t അല്ലേ? So what will be 1 by y? 1 by 2t. So it will be 2 by y. Clear ആണോ? എങ്ങനെ വേണമെങ്കിലും എഴുതാം. I randomly take one example. So this is the method to solve that only. dy by dt you find, dx by dt you find. Next അതിലുള്ള എക്സാമ്പിൾ ചെയ്യാം. Example 33. എടുക്കുക example 33. Example 33. ഗൗതമേ example 33. If x is equal to 1 minus t square by 1 plus t square and y is equal to 2t divided by 1 plus t square. Show that we have to prove that dy by dx